അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിൽ അൽഹംദുലില്ലാഹി അല്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ് അമ്മാ ബഅദ്. ഗുണ്ടാ സംഘങ്ങൾ പണി നിർത്തി മറ്റു വല്ല പണിക്കും പോകുന്നതാണ് നല്ലത് എന്നാണ് ഇപ്പോൾ ചില ഉസ്താദുമാർ കിതാബുകളൊക്കെ പൂട്ടി വെച്ച് അവരിപ്പോൾ ഗുണ്ടാ പരിപാടികൾ വേറൊരു വേർഷൻ ക്രിയേറ്റ് ചെയ്ത് സമൂഹത്തെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു കൊട്ടേഷൻ സംഘത്തിൻ്റെ പ്രത്യേകത, ശത്രു പോലും അറിയില്ല വെട്ടുകൊള്ളുന്നത്. ശത്രു അറിയാതെ, ശത്രു കാണാതെ, എവിടെന്നോ കല്ല് വീഴുന്നു, എവിടെന്നോ വടി വന്നടിക്കുന്നു എന്നു മാത്രം ശത്രു അറിയുന്നു. അപ്പോൾ ഒരു CCTV കാണില്ല, ഇനി ഒരു പോലീസ് സ്റ്റേഷനിലേക്ക് കയറേണ്ടി വരില്ല. അതുമാത്രമല്ല, പോലീസിനെ ഭയപ്പെട്ടുകൊണ്ട് ഒളിച്ച് ജീവിക്കേണ്ടിയും വരില്ല. ഇനി ജയിലിൽ പോകുന്ന അവസ്ഥ ഉണ്ടാവില്ല. കേസും വഴക്കും വക്കാണോ ഒന്നും ഉണ്ടാവില്ല. കിരിച്ചും വിട്ടുകിട്ടില്ല. ഏറ്റവും നല്ല ഗുണ്ടകൾക്ക് പറ്റിയ ഒരു പരിപാടിയുമായിട്ടാണ് നമ്മുടെ ഉസ്താദ് വന്നിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ സംസാരത്തിലേക്ക് നമുക്ക് കേൾക്കാം. കത്തിയില്ലാതെ, കഠാരയില്ലാതെ ശത്രുവിനെ പീസാക്കണോ? എളുപ്പ വഴി. നമ്മൾ പ്രത്യക്ഷത്തിലുണ്ടാവില്ല, ആടി പടപട കൊള്ളും. എങ്ങനെ എവിടുന്ന് വരുന്നു അവനിക്ക് പോലും അറിയത്തില്ല. അവൻ ചിലപ്പോൾ ചെന്ന് പറയും, മേളിൽ നിന്ന് കല്ലുവന്ന് വീണ്, ഇവിടുന്ന് കമ്പൊന്ന് വീണെന്നൊക്കെ പറയും. അതിന് ശത്രുവിനെ ഒതുക്കാൻ ഈ ഇടത് കൈ ഇങ്ങനെ വെക്കുക. ഇനി പറയുന്നതാണ് ശ്രദ്ധിച്ച് കേൾക്കേണ്ടതും. ഒരു ഗുണ്ടയാകാനും ശത്രുവിനെ ഒതുക്കാനും വടിയോ കടാരയോ കത്തിയോ ഒന്നുമില്ലാതെ വെട്ടി പീസാക്കാനും പറ്റിയൊരു മാർഗം പറഞ്ഞു തരാണ്. നമുക്ക് കേൾക്കാം. ശത്രുവിനെ ഒതുക്കാൻ ഈ ഇടത് കൈ ഇങ്ങനെ വെക്കുക. വലത് കൈ ഒരു പിച്ചാത്തിയായിട്ട് കരുതുക. ഒരു കത്തി ഇങ്ങനെ അങ്ങോട്ട് ഒരയ്ക്കുക. ഇങ്ങനെ അങ്ങോട്ട് ഒരയ്ക്കുക. ഒരച്ചിട്ട് യാദൽ ജലാലി വൽ ഇക്റാം, യാദൽ ജലാലി വൽ ഇക്റാം, അടി പടപടാവനിക്ക് കൊള്ളും. അപ്പോൾ ഇതാണ് ഇന്ന് സമൂഹത്തിന് സമസ്തയുടെ ഉസ്താദുമാർ ഔട്ട്പുട്ടായി നൽകിക്കൊണ്ടിരിക്കുന്നത്. അവരുടെ കിതാബുകൾ മടക്കി വെച്ച് അവർ ഗുണ്ടാ സംഘത്തിൻ്റെ തലവനായി മാറാനുള്ള പ്രയത്നങ്ങളിലാണ് ഇപ്പോഴുള്ളത് എന്നാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും അല്ലാഹു സുബ്ഹാനഹു തആല ഇത്തരം വിഡ്ഢികൾക്ക് ഹിദായത്ത് നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. വ ആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.